മതേതര കക്ഷിയായ അസദുദ്ദീൻ ഒവൈസിയുടെ AIMIMനെ സഖ്യത്തിൽ ചേർക്കാതിരുന്നത് ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന്റെ തോൽവി വളരെ വേഗത്തിലുള്ളതാക്കുകയും ആഴത്തിലുള്ളതാക്കുകയും ചെയ്തു. മതേതര വോട്ടുകളിൽ ഇത് വിള്ളൽ സൃഷ്ടിക്കുകയും അതിലൂടെ NDA കടന്നു കയറുകയുമായിരുന്നു. സീമാഞ്ചൽ മേഖലയിൽ AIMMന്റെ സാന്നിധ്യം മൂലം ഇന്ത്യ സഖ്യത്തിന് 30 സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന് തെരഞ്ഞെടുപ്പ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നേരത്തെ ഹൈദരാബാദിൽ മാത്രം ഒതുങ്ങിയിരുന്ന AIMM സമീപ സംസ്ഥാനങ്ങളിൽ വേരോട്ടം നേടിയ ശ്രദ്ധേയമായ കക്ഷിയായി മാറിയിട്ടുണ്ട്. പാർലമെന്റിലും പുറത്തും ഫാസിസത്തിനെതിരായി ഒവൈസി നടത്തുന്ന പോരാട്ടം മതേതര സമൂഹത്തിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനം നേടിക്കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ സഖ്യം തകർന്നടിഞ്ഞിട്ടും ഒറ്റക്ക് തെരഞ്ഞെടുപ്പിന് നേരിട്ട AIMM 5 സീറ്റ് നേടിയ ബീഹാറിലെ മതേതര സമൂഹത്തിൽ ഒവൈസിയുടെ സ്വാധീനം വ്യക്തമാക്കുന്നു. മഹാസഖ്യവും NDAയും കളത്തിൽ നിറഞ്ഞു പോരാടിയ 2020 തെരഞ്ഞെടുപ്പിലും പാർട്ടി 5 സീറ്റുകളിൽ വിജയിച്ചിരുന്നു. ഒവൈസി ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷിയായിരുന്നുവെങ്കിൽ പല മണ്ഡലങ്ങളിലും NDAയെ പിടിച്ചുകെട്ടാൻ കഴിയുമായിരുന്നു.